എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഒരു തനി നാട്ടുമ്പുറത്ത് വളർന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെതായ നാട്ടുമ്പുറം ശൈലികളും നാട്ടുമ്പുറത്തെ കഥകളും ഒക്കെയാണ് എൻ്റെ സംരംഭ ലോകത്തേക്ക് എന്നെ എത്തിച്ചിട്ടുള്ള വഴികൾ എന്ന് തന്നെ പറയാം. അത്തരത്തിലൊരു വഴിയിൽ എൻ്റെ കൂടെ വന്ന ഒരു സംരംഭ ആശയമാണ് തുണി ബാഗുകൾ, അതുപോലെ ജൂട്ട് ബാഗുകൾ. തുണിയിലും റെക്സിനിലും ഞാൻ കണ്ടംപററി ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ, പിന്നെ ട്രഡീഷണൽ ഓൾ ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കൾച്ചേഴ്സിനെ ഞാൻ ബാഗിലേക്ക്, അതുപോലെ നമ്മളുടെ പല മീഡിയകളിലേക്ക് കൊണ്ടുവന്ന് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയ ലോകം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ചില സമയത്ത് നമ്മൾക്ക് വരുന്ന വികൃതികളും കുറുമ്പുകളും, കുട്ടിക്കാലത്തെ അതേ ശീലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ശരിക്കും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വട്ട് എന്ന് പറയും. ഇപ്പോഴും ആ വട്ടിലൂടെയാണ് ഈ ആശയങ്ങളെല്ലാം വരുന്നത്. ആ ആശയത്തെ ഞാൻ നിങ്ങൾക്ക് കഥയായി കേൾപ്പിച്ചു തരാം. ഒരു സംരംഭം എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടാനും നിങ്ങളിൽ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അതിനെ ഒരു വലിയ ലോകത്തേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നതിനെ കുറിച്ച് വേണ്ട എനിക്ക് സപ്പോർട്ടും എല്ലാം എൻ്റെ പ്രോഡക്റ്റുകൾ കഥ പറഞ്ഞ് നിങ്ങൾക്ക് തരും. കേൾക്കാൻ എല്ലാവരും സന്മനസ്സോടെ ഉണ്ടാവണേ. എനിക്ക് വേണ്ട പ്രചോദനം തരണം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. പറഞ്ഞു തുടങ്ങട്ടെ. അപ്പോൾ എൻ്റെ യൗവന സമയത്ത്, കൗമാരം വിട്ട് യൗവനത്തേക്ക് വരുന്ന സമയത്ത്, ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളിൽ ആണ് ഞാൻ സംരംഭം എന്ന ആശയത്തെ കൂടെ കൂട്ടിയത്. ആ സംരംഭ ആശയമാണ് ഇന്ന് നിങ്ങളിലേക്ക് സംവദിക്കാനുള്ള ഞാൻ എന്ന ഒരു വ്യക്തിയെ കാണിച്ചു തരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ തുണി വാങ്ങാൻ, എനിക്ക് കോർപ്പറേറ്റ് ബാഗുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 3 വർഷമായിട്ടുള്ള ഞാൻ കോർപ്പറേറ്റ് ബാഗിന്റെ ഉൽപാദനത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അത് ഞാനൊരു PMEGP ലോണൊക്കെ എടുത്തിട്ടാണ് ആ സംരംഭം തുടങ്ങി. ഇത്രയും കാലം ഞാൻ സംരംഭ ലോകത്തേക്ക് ലോണൊന്നും എടുത്ത് വന്നിരുന്നില്ല. അപ്പോൾ ഒരു ലോൺ എടുത്ത് ഒരു സംരംഭത്തെ എങ്ങനെ വലിയ തലത്തിലേക്ക് കൊണ്ടുപോകും, അതിന് ലോൺ തന്നെ എടുക്കണം. ആ ആശയത്തിന് ലോൺ എടുക്കണം. അപ്പൊ ആ ലോൺ എടുത്തിട്ട് ഒരു സംരംഭത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന കൂടുതൽ തുണിത്തരങ്ങൾ വേണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓൾ ഇന്ത്യ യാത്ര ചെയ്യും. ഗ്രാമങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രാമത്തില്, ഒരു തമിഴ്നാടിന്റെ ഒരു ഗ്രാമത്തിൽ പോയിരിക്കുകയാണ് ഒരു തുണി വാങ്ങാനായിട്ട്. അങ്ങനെ ഒരു നാൾ ഞങ്ങൾക്ക് ശേഷം ഉണ്ടായവരെ, തുണിയാണ് പറയുന്നത്, തുണിക്ക് അവരുടെ ശേഷം ഉണ്ടായവരെ, ഞങ്ങൾക്ക് ശേഷം ഉണ്ടായവരെ വാങ്ങാൻ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള വിഷ്ണു ഞങ്ങളുടെ ജന്മനാട്ടിൽ വന്നതാണ്. അവർക്ക് വേണ്ടത് വാങ്ങുകയും പുതിയതായി ഓർഡർ നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ മൂലയിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഏതോ ഒരു തൊഴിലാളികളുടെ അശ്രദ്ധയാൽ നൂലിഴയോ കളറോ അല്പം മാറിപ്പോയി എന്ന കാരണത്താൽ ഉടമ മാറ്റി നിർത്തിയവർ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കൂടെ ഉള്ളവർക്കൊപ്പം കടൽ കടന്നു പോകാൻ കൊള്ളാത്തവരായി. ഇത് എക്സ്പോർട്ട് സെന്റർ ആണ്. എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന തുണിത്തരങ്ങളിൽ നിന്നാണ് ഞാൻ പോയിട്ട് നമുക്ക് വേണ്ട കോർപ്പറേറ്റ് ബാഗുകളുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാറ്. അപ്പൊ അവിടുത്തെ എക്സ്പോർട്ടിന് പറ്റാതെ, നേരത്തെ പറഞ്ഞ പോലെ കളറോ നൂലോ അല്പം പൊന്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ അവര് മാറ്റിയിടും. അപ്പൊ എക്സ്പോർട്ട് ബിസിനസ്സിൽ എപ്പോഴും എന്ന് വെച്ചാൽ ഇരട്ടി ലാഭമായതുകൊണ്ട് അവർക്ക് ആ മാറ്റിയിടുന്നതിനെ കുറിച്ച് ബോധേടല്ല. അപ്പൊ ആ മാറ്റിയിട്ട ആൾക്കാരുടെ സങ്കടമാണ് നമ്മളിപ്പോ ഈ കേൾക്കുന്നത്. അപ്പോൾ അവര് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് സങ്കടമായിട്ട് ഇരിക്കുകയാണ്. പാകപ്പെടുത്തിയവരുടെ അല്പസമയത്തെ അശ്രദ്ധ ഞങ്ങളെ ഒരു മുറിയുടെ മൂലയിൽ പൊടിയും മറ്റുള്ളവരുടെ ഭാരവും ചുമന്ന് ഒതുങ്ങിക്കിടക്കാൻ നിയോഗിക്കപ്പെട്ടു. പാവം ഒരു തുണിക്കഷ്ണം മാത്രമായിട്ട് ഞാൻ അവിടെ കൂടുകയാണ്. ഞങ്ങൾ വീണ്ടും 2ാം തരം നൂലിനായി അരയ്ക്കപ്പെടാൻ വിധിക്കപ്പെട്ട വിഷമത്തിൽ കരഞ്ഞു ദിനങ്ങൾ കഴിച്ചു. കൂടെ ജനിച്ചവർ കടൽ കടന്നുപോയി. പക്ഷേ ഞങ്ങൾ മാത്രം മൂലയിൽ ഇങ്ങനെ ഭാരം താങ്ങി കിടപ്പാണ്.
അങ്ങനെ ഇരിക്കെയാണ് പൊതുപരിപാടികൾക്കും മറ്റു കോർപ്പറേറ്റ് പ്രോഡക്റ്റുകൾക്കുമായി മൊത്തമായി ബാഗും മറ്റു അവശ്യ ഉൽപ്പന്നങ്ങളും ഓർഡർ പ്രകാരം ചെയ്തു നൽകുന്ന വിഷ്ണു അവർക്ക് വേണ്ട തുണി ഉൽപ്പന്നങ്ങൾ മുതലാളിയോട് ആവശ്യപ്പെട്ട് വാങ്ങിക്കാനെത്തി. എത്തുകയും അവർക്ക് വാങ്ങാൻ വേണ്ടതെല്ലാം വാങ്ങുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു. പോകാൻ നേരം ഒരു നിയോഗം പോലെ അവർ ഞങ്ങളെ കാണാനിടയായി. ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവർ ഞങ്ങൾക്കരികിൽ വന്നു. ഞങ്ങളെ എടുത്തു നോക്കി, തൊട്ടു നോക്കി. എന്തൊരു സന്തോഷായിരുന്നോ ഞങ്ങൾക്ക്. ഞങ്ങളെ ഒരാൾ തൊട്ടു നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷാണ്. അവർ ഞങ്ങളെ കൂടെ കൂട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം എന്തറിയോ, അവിടുത്തെ പൊടിയും തുണി ഉണ്ടാക്കാൻ വരുന്ന നൂലിന്റെ കെട്ടുകളും ചാക്കുകളും ഒക്കെ ഇവരുടെ മേലിലാണ് കിടക്കണത്. അപ്പൊ ഇവരിങ്ങനെ ഭാരം താങ്ങിയിട്ട് സങ്കടത്തിലിരിക്കുകയാണ്. കാണാൻ നല്ല ചന്ത കുട്ടികളുമാണ്. ഇവരെ എനിക്ക് തരുമോ എന്ന് ഞാൻ മുതലാളിയോട് ചോദിച്ചു. അവരുടെ മുതലാളിയോട് ഞാൻ ചോദിച്ചു, ഇവരെ എനിക്ക് തരുമോ? അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, മാഡം അത് വേണ്ട, ഇതെടുത്തോളൂ എന്ന് മുതലാളി. ഇത് കൂടി തരൂ, ചെറിയ ഒരു പോരായ്മയല്ലേ, അത് ഞാൻ ശുശ്രൂഷിച്ച് നേരാക്കിക്കൊള്ളാം എന്നായി. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷ്ണു. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതിന് എന്തെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞാൽ നമ്മൾ മുക്കിലിടുവോ? ഇല്ലല്ലോ. അതിനെ ശുശ്രൂഷിച്ച് ഭേദമാക്കി നമ്മൾ കൂടെ കൂട്ടും, അല്ലേ? അങ്ങനെ നമ്മുടെ കുട്ടി എന്ന നിലയിൽ അദ്ദേഹത്തോട് ചോദിച്ച് അതിനൊരു വിലയിട്ട് നമ്മൾ അവരെ കാറിലേക്ക് കയറ്റി കൊണ്ടുവരികയാണ്. അവർക്ക് നമ്മുടെ കാറിലേക്ക് വന്നപ്പോ തന്നെ, മറ്റ് വില കൂടിയ സാധനങ്ങളുടെ കൂടെ അവർ വന്നിരുന്നപ്പോ തന്നെ അവർക്ക് ആഹ്ലാദം കൊണ്ട് അവരിങ്ങനെ പൊട്ടി ചിരിക്കുന്നുണ്ട്, സന്തോഷ കണ്ണീര് വരുന്നുണ്ട്. അങ്ങനെ അവര് നാടും നഗരമൊക്കെ കടന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഒറ്റപ്പാലത്ത് വന്ന് നമ്മുടെ ചേച്ചിമാരും ഞാനും ഒക്കെ കൂടി അവരെ മോടി പിടിപ്പിക്കാൻ തുടങ്ങി. ആ തുണി കഷ്ണത്തിലുള്ള ചെറിയ നൂല് പൊട്ടിയതൊക്കെ കറക്റ്റ് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് ഞാനും പിള്ളേരും കൂടെ ചേർന്നുകൊണ്ട് സ്റ്റാഫ്, നമുക്ക് രചന, അമ്പി, അങ്ങനെ കുറെ കുട്ടികളുണ്ട്, രാജ്യമൊക്കെ ഉണ്ട്, എല്ലാരും കൂടെ ചേർന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗുകളായി മാറി. ഇപ്പൊ എന്താ സത്യത്തിൽ ഉണ്ടായെന്നറിയോ? കടൽ കടന്നു പോയവരൊക്കെ ഓരോ ഇടങ്ങളിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ടാവും. ചിലപ്പോ മേശവിരിയാവാം, ചിലപ്പോ പില്ലോ വിരിയാവാം, ബെഡ്ഷീറ്റ് ആവാം, കർട്ടൈൻസ് ആവാം, ആപ്രോൺ ആയിരിക്കാം, എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ടൊരു സാധനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ രാജകുട്ടികളോ, ഇവര് കണ്ണും മൂക്കും ചന്തവും തൊങ്ങലും ഒക്കെ വെച്ചിട്ടുള്ള ഭയങ്കര സുന്ദരന്മാരായിട്ടുള്ള ബാഗും സുന്ദരന്മാരായിട്ടുള്ള ബാഗുകളായിട്ട് മാറി. അങ്ങനെ മൂലയിലിരുന്ന ഞങ്ങള് വിഷ്ണുവിന്റെ ആശയത്താൽ എത്ര ഭംഗിയുള്ള പ്രോഡക്റ്റുകളായി മാറി എന്നുള്ളത് മനസ്സിലായല്ലോ. അതാണ് പറയണത്, ആശയവും പ്രവർത്തന ഊർജവും കൂട്ടായ സ്വഭാവവും ഉള്ളവർക്കൊപ്പം ചേർന്നാൽ വിശാലമായ ലോകത്ത് എന്തെല്ലാം സ്ഥാനങ്ങൾ നമുക്കുണ്ട്. ഞങ്ങളുടെ മാറ്റം ഞങ്ങളെ തന്നെ അതിശയിപ്പിച്ചു. വിഷ്ണുവാണയിൽ ഏറ്റവും നല്ല ഗുണമുള്ള തുണി മാത്രമേ ഞങ്ങളെ പോലുള്ളവരെ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗുകള് മറ്റെല്ലാ ബ്രാൻഡുകളെ ഒപ്പം തന്നെ കിടപിടിക്കത്തക്ക വിധം ഭംഗിയും ഗുണമേന്മയും ഉള്ള സഞ്ചികളാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. എന്തിനും ഏതിനും പരിഹാരം കാണുന്നവരുടെ വിജയമാണ് ഈ സ്ഥാപനം. വിഷ്ണുവിന്റെ മറ്റൊരു സ്ഥാപനമുണ്ട്, അപ്സര ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കേരള സർക്കാരിന്റെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ വീടുകളിലൂടെ സംഭരിക്കുന്ന പാഴ്ത്തുണികളെ, നമ്മൾ ഉപയോഗിക്കുന്ന പാഴ്ത്തുണികളെ തരംതിരിച്ച് അവയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിനെ വിപണനം ചെയ്ത്
പുതിയ ഒരു ഉപഭോക്തൃ സംസ്കാരമാണ് നമ്മൾ അതിലൂടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ വളരെ നല്ല നല്ല ആശയങ്ങളും പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് വ്യക്തികൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. ഒരുപാട് പേർ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നതും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും കൂട്ടായി നിന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കഴിവും തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്ത് അതിനെ ഒരു വലിയ ബിസിനസ് മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമല്ലോ. അപ്പൊ നമുക്ക് അതാണ് നമ്മളുടെ ആവശ്യങ്ങൾ. അപ്പോൾ വ്യത്യസ്തമായ ഇത്തരം വിഷയങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള ആശയത്തെ നമുക്ക് ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്ത് നമുക്കതിനെ വ്യത്യസ്ത പ്രോഡക്റ്റുകളാക്കി ഓരോ ഉൽപ്പന്നത്തിനും വിപണന സാധ്യതയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്ത്രീകൾക്ക്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ എത്രയോ കൂട്ടം സ്ത്രീകൾക്ക്, കുടുംബങ്ങൾക്ക് സുന്ദരമായ ജീവിതം നയിക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും വലിയ മുതൽ മുടക്കൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു 25,000 രൂപ ഉണ്ടെങ്കിലും ഒരു കൊച്ചു സംരംഭം നമുക്ക് നമ്മുടെ വീട്ടിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം, അതുപോലെ നമ്മളുടെ സ്ഥാപനത്തില് മറ്റു കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഓൾ ഇന്ത്യ ഗ്രാമങ്ങളിലാണ് യാത്ര ചെയ്ത് കുറേ ഐഡിയാസ് പഠിച്ചെടുത്തത്. 10-25 വർഷത്തിന്റെ എഫേർട്ട് അതിന്റെ പുറകിലുണ്ട്. രാവും പകലും അധ്വാനം, ഊണും ഉറക്കവും ഇല്ലാതെ യാത്ര ചെയ്ത് കണ്ടെത്തുന്ന ഓരോ ഐഡിയകളും രാത്രിയുടെ ഉറക്കത്തിലാണ് നമുക്ക് സ്വപ്നത്തിലൂടെ വന്ന് ഈ പ്രോഡക്റ്റുകൾ രൂപീകരിക്കുന്ന, ഉറക്കത്തിൽ പോലും പ്രോഡക്റ്റ് രൂപീകരിക്കുന്ന ചിത്രങ്ങളാണ് വരിക. അത്രയും ആത്മാർത്ഥതയാണ്, അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ആ പ്രോഡക്റ്റുകൾ വരുന്നത്. അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ വന്ന് കാണണം. എല്ലാ സുഹൃത്തുക്കളും ഈ സഞ്ജി പറയുന്ന പോലെ തന്നെ ലോകം കാണുന്ന ചിരിച്ച മുഖത്തോടെ സഞ്ജി ഓരോരുത്തരുടെ തോളിൽ തൂങ്ങി പോവുകയാണ്. എന്നിട്ട് സഞ്ജി നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. വിഷ്ണുവിന്റെ സ്ഥാപനം വന്ന് കാണൂ, അപ്സര വന്ന് കാണൂ, ഞങ്ങൾ ജനിച്ച സ്ഥലം വന്ന് കാണൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ യാത്രയിൽ നിങ്ങളും നമുക്കൊപ്പം വേണം എന്നത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കഥ ഏവർക്കും പറഞ്ഞു തരുന്നത്. എന്റെ സ്ഥാപനം എവിടെയാണെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സ്ഥാപനം ഉള്ളത്. നിങ്ങൾ എന്നെ സ്ഥാപനം കാണാൻ വരുമ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നമ്മൾ ചെയ്തു തരാം. പിന്നെ നിങ്ങൾക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരവും വരാം, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരവും വരാം. അല്ല റോഡ് മാർഗം വരുന്നവർക്ക് മെയിൻ റോഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. അപ്പൊ ഇതൊക്കെ കാണാനും കേൾക്കാനും തൊട്ടറിയാനും പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നേടാനും റോ മെറ്റീരിയൽസിനെ കുറിച്ച് കാണാനും വാങ്ങാനും എല്ലാ തരം സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരാം. എന്തായാലും വരുമല്ലോ? കഥ ഇഷ്ടപ്പെട്ടുവോ? പ്രോഡക്റ്റ് കാണാൻ ഇഷ്ടപ്പെടുമല്ലോ? തീർച്ചയായും വരിക. താങ്ക്